പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു നോയമ്പ് ഒരു ഓർമ്മപ്പെടുത്തലാണ്. കർത്താവായ യേശു മിശിഹായ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാം. കർത്താവായ യേശു മിശിഹ ഏതവസ്ഥയിലും നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വന്നുകൊണ്ട് നമ്മളെ സൗഖ്യപ്പെടുത്താം. കർത്താവായ യേശു മിശിഹ നമ്മളെ കൂടുതൽ സ്നേഹിക്കുകയും കർത്താവായ യേശു മിശിഹൻ്റെ ജീവിതത്തോട് നമ്മളെ ചേർത്ത് വയ്ക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലും കൂടുതൽ ആഗ്രഹം കർത്താവായ യേശു മിശിഹയ്ക്കാണ്. നമ്മളൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവായ യേശു മിശിഹ തിരിച്ച് മറുപടി നൽകാൻ ഒരു കാര്യം: നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഒരു നോയമ്പിൻ്റെ ഒരു ദിവസം നമ്മൾ എടുത്തിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ സുവിശേഷത്തിൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, കർത്താവായ യേശു മിശിഹ ടയർ സിദോൻ എന്ന പ്രദേശങ്ങളിലായി എത്തിയപ്പോൾ ആ പ്രദേശത്ത് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ച്, കർത്താവേ, ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ. ദാവീദിൻ്റെ പുത്രനായ യേശുവിന് മുമ്പാകെ നമ്മൾ വിളിച്ചു പറയുന്നുണ്ട്, കനിയണമേ, ഞങ്ങളോട് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് വിളിച്ചു പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ കൊച്ചിന് ഒരു രോഗം വന്നപ്പോൾ നമ്മൾ ആ കൊച്ചിനെ, ആ വ്യക്തി, ആ അമ്മ കുഞ്ഞിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, നമ്മുടെ സഭയിൽ ദൈവമാതാവിനോട് മധ്യസ്ഥയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം അത് നമുക്ക് ഒരുപാട് അനുഗ്രഹത്തിനുള്ള കാരണമായി തീരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു സുവിശേഷ ഭാഗത്തിൽ ഇത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരമ്മ വന്നു കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ആ കുടുംബത്തിന് സൗഖ്യം ലഭിച്ചതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരമ്മ വന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു, കർത്താവേ, നീ ദാവീദിൻ്റെ പുത്രനായ യേശുവാണ്, ഞാൻ അറിയുന്നുണ്ട്, എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മേൻ്റെ മുമ്പാകെ യേശു പ്രാർത്ഥന സ്വീകരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഒരു വിശ്വാസം എന്നൊരു വാക്യമുണ്ട്. നമ്മൾ പാപത്തിലാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും വിശ്വാസപൂർവ്വം കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്നൊരു വിശ്വാസം നമുക്കുണ്ടാവണം. ഇവിടെ നമുക്ക് കാണാം, യേശു പറഞ്ഞു, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം തന്നെ അവളുടെ പുത്രി സൗഖ്യമായി തീർന്നു. പ്രിയമുള്ളവരെ, വിശ്വസിച്ചാൽ നമുക്ക് ദൈവമഹത്വം കാണും എന്നാണ് നമ്മൾ പാട്ടിൽ കേട്ടിരിക്കുന്നത്. നമ്മൾ നിർത്തിയതല്ല, ദൈവം നമ്മളെ നിർത്തിയതാണ്. പാപത്തിലും മറ്റ് ദുരന്തത്തിലും അപകടത്തിലും വീഴാതിരിക്കാൻ വേണ്ടി ദൈവം നിർത്തിയതാണ്. അത് നമ്മുടെ ജീവിതത്തിലുണ്ടായ വിശ്വാസമാണ് ദൈവത്തിനോട് നമുക്ക് ചേർത്ത് പിടിച്ച് നിർത്തുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഓരോ സുവിശേഷ ഭാഗത്തിൽ കർത്താവായ യേശു മിശിഹ നമ്മളെ ചേർത്ത് വയ്ക്കുകയും കർത്താവായ യേശു മിശിഹ വചനത്തോടെ നമ്മളെ ചേർക്കാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിശ്വാസപൂർവ്വം നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന് മുമ്പാകെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളെപ്പോഴും ഓർക്കണം, നമ്മുടെ ഈശോയ്ക്ക് നമ്മളിലേക്ക് വന്നു ചേരാനും നമ്മളോട് വസിക്കാനും നമ്മളോടൊപ്പം പ്രാർത്ഥിക്കാനും നമ്മളെ ഒരുമിച്ച് കർത്തൃസന്നിധിയിലേക്ക് സമർപ്പിക്കാനാണ് ഈശോയുടെ ലക്ഷ്യം. ഏതവസ്ഥയിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കണം. നമ്മൾ മനസ്സിലാക്കണം, ഒരു അമ്മേൻ്റെ പ്രാർത്ഥനയിൽ ഒരുപാട് ശക്തിയുണ്ട്. ഈ നൊയമ്പ് കാലത്ത് അമ്മമാർ ശരിക്കും മക്കൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കണം. കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവം അതിൽ കേൾക്കും. അതിനുശേഷം അതേ ദൈവം നമുക്ക് വിശ്വസിച്ചാൽ വലിയ മഹത്വം ദൈവം നമ്മളെ കാണിച്ചു തരും. പ്രിയമുള്ളവരെ, ഈ നൊയമ്പ് സമയത്ത് നമ്മൾ ഏറ്റവും അധികം കർത്തൃസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്നു. ഇവിടെ നമുക്ക് കാണാം, ഈ വ്യക്തി കർത്താവിൻ്റെ മുമ്പാകെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഉത്തരം നൽകുന്നില്ല. പക്ഷേ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, അവളെ പറഞ്ഞു അയക്കാൻ വേണ്ടി. പക്ഷേ കർത്താവ് തിരിച്ച് പറയുന്നുണ്ട്, എന്നാൽ അവൾ പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്കൾക്ക് എരിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, കർത്താവേ, യജമാനൻ്റെ മേശയിൽ വീഴുന്ന അപ്പമാണല്ലോ നായ്ക്കൾ ഭക്ഷിക്കുന്നത്. അവളുടെ വിശ്വാസം എത്ര വലുതാണ്! യജമാനൻ്റെ മേശയിൽ വീഴുന്നത് തന്നെയാണ് നായ്ക്കൾ ഭക്ഷിക്കുന്നത്. ധനവാനും ലാസറിൻ്റെ ജീവിതം നമ്മൾ കണ്ടല്ലോ. ധനവാൻ മരിച്ചു, അവൻ സ്വർഗത്തിലെത്തില്ല. പക്ഷെ ലാസർ അവൻ സ്വർഗത്തിലെത്തി. ധനവാന്റെ മേശയിൽ നിന്നും വീണ് ഭക്ഷിച്ചതാണ് അവൻ ലാസർ ജീവിച്ചത്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ സമയത്ത് നമ്മൾ ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യണം, ദാനധർമ്മം ചെയ്യണം, പുണ്യപ്രവർത്തി ചെയ്യണം. എന്നിട്ട് ഈ ഒരു കാര്യം, വിശ്വാസം എന്നൊരു വാക്കിനെ നമുക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഈശോയിലേക്ക് നമുക്ക് ചേരണം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.